ആ പൂവക്കാട് കോളനിയിൽ രണ്ടുപേരെ വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. അതുവരെ ഓരോ കുടുംബത്തിലൊരു മരണം ഉണ്ടായിട്ട് പാലക്കാട് പോയിക്കാ. അതുകൊണ്ടാ ചെട്ടിപ്പറമ്പ്. അത് ആള് വന്നില്ല എന്നുള്ളു. വോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്താ അത് മതി. അതുപോരെ. അല്ല, ഞാനത് ചെയ്തില്ലേന്ന് വിചാരിച്ചിട്ട്. പിന്നെ സത്യേട്ടാ, കൊറോണ പോസിറ്റീവായ ആൾക്കാർ വോട്ട് ചെയ്തതിൽ എനിക്ക് വലിയൊരു അഭിപ്രായം ഇല്ല കേട്ടോ. അത് മാണ്ടില്ലേനെ. അതാ അല്ല, അത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്ന് വോട്ട് ചെയ്യേണ്ട കാര്യം എന്താ? എടാ, വോട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു പൗരന്റെ ജന്മാവകാശമാണ്. അതൊക്കെ ശരി, പക്ഷെ ഇത്രയും മാരകമായ ഒരു രോഗമാണ് അവർക്ക് വന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു വയ്ക്കണം. കാരണം ഇതിന്റെ പേരിൽ ഇപ്പൊ നാളെ മറ്റന്നാൾ ആൾക്കാരൊക്കെ പോസിറ്റീവായി തുടങ്ങി എന്താക്കൂ? എന്താ ഈ പൊട്ട പറയാ? മൊയ്തൂക്ക, ആകെ 13 പേരാണ് പോസിറ്റീവ് ആയവര് വന്നത് വോട്ട് ചെയ്യാൻ വേണ്ടി. അതായത് 10 വോട്ട് നമുക്കാണ്. മൊയ്തൂക്ക പറഞ്ഞ ആ 10 വോട്ട് നമുക്ക് വേണ്ടായിരുന്നതാണോ? വേണ്ടാന്നല്ല, പക്ഷെ അതിന്റെ പേരിൽ വേറെ തിക്താനുഭവങ്ങൾ വേറെ വരാണ്ട്. ഒരു കാര്യം ചെയ്യേ, ഈ വിഷയത്തിൽ വേറെ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ടല്ലേ. അല്ല മൊയ്തൂക്ക്, ഈ വിഷയത്തിലല്ല, ഒരു വിഷയത്തിലും പറയാണ്ടിരിക്കും നല്ലത്. അല്ല, പറയണമൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്. എന്തിങ്ങനെയാണ് പറയണത്? അത് വോട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞത് എങ്ങനെ? വോട്ട് വേണ്ടെന്നല്ലോ ഞാൻ വശം പറഞ്ഞല്ലേ. എല്ലാത്തിനും എന്റെ മേലെ കയറി കളിക്കാൻ നിൽക്കണം. കളിക്കണല്ല മൊയ്തൂക്ക, പറ്റി എന്തെങ്കിലും പരാതി പറയുന്നുണ്ട്? എനിക്ക് മാത്രം പരാതി എല്ലാ മീറ്റിംഗ്. അങ്ങനെയല്ല മൊയ്തൂക്ക, പറയണ കാര്യം മനസ്സിലാക്കി. നിങ്ങൾ എന്ത് കാര്യം മനസ്സിലാക്കി? സാറായിക്കണം. നന്നായിട്ടില്ലേ? ഓ, സാറായിക്കണം. ഞാൻ നന്നായിട്ട് വരയ്ക്കും. ആണല്ലേ? ആ, പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു എക്സിബിഷൻ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ സത്യേട്ടാ? എക്സിബിഷൻ? എന്തിനും പേപ്പറൊക്കെ എടുത്ത് കളിക്കുന്നത്? അവിടെ അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചാ പോരെ. എന്തിനൊക്കെ എടുത്ത്? അല്ല, ഏട്ടൻ അങ്ങനെയല്ലേ പറഞ്ഞേ? സ്ഥാനാർത്ഥിയായിട്ട് നിക്കാൻ ഞാൻ സമ്മതിച്ചു തന്നെ എക്സിബിഷൻ നടത്താന്ന് പറഞ്ഞിട്ടാ. അല്ല, ഇതൊക്കെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണാട്ടോ. അത് പിന്നെ നല്ല ചിത്രകാരി ആയിരിക്കണം നല്ലൊരു സ്ഥാനാർത്ഥി. അത് മാത്രല്ല മൊയ്തുക്ക, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട്. ചിത്രം വരയ്ക്കും, കുക്ക് ചെയ്യും. അതെ അതെ, നമ്മക്ക് പറ്റിയ സ്ഥാനാർത്ഥി. ഇത് വിജയം ഉറപ്പാ. അല്ല, ഞാൻ ജയിക്കും. ആര് തീരുമാനിച്ചു? അല്ല, പറയട്ടെ സത്യേട്ടാ, ചേച്ചി പറയട്ടെ. മോന് വിശ്വാസം വന്നില്ലേ? ഇല്ലേ? ഞാൻ ജയിക്കും. കണ്ട, ഏട്ടന് മാത്രമാണ് സംശയമുള്ളൂ. അല്ല, ജയിക്കണോ? ജയിച്ചില്ലെങ്കിൽ മൂപ്പരിക്കാൻ മോശോ? എത്ര കാലം ജയിച്ച ആളാത്. പിന്നെ എന്റെ പാട്ട് കേട്ടിട്ട് എല്ലാരും വീണിരിക്കല്ലേ? ഇത് ഏതോ ഒരു പെണ്ണുങ്ങൾ എന്നോ പാട്ട് പാടി ജയിച്ചിട്ട് എല്ലാരും ഇപ്പൊ പാടി ജയിച്ചോളണമെന്നൊന്നുമില്ല അല്ലേ? ഈ മന്മഥനും കോയൊക്കെ എവിടെ പോയി കിടക്കാണ്? അത് പറയാൻ മറന്നു പോയതാ. കോയക്ക പശുവിനെ കുത്തിവെപ്പിക്കാൻ വേണ്ടി പോയതാ. അയ്യോ, പശുവിനെ എന്ത് പറ്റി? പശുവിനൊന്നും പറ്റിയിട്ടല്ല, മറ്റേ കുത്തിവെപ്പില്ലേ. അതിനെ വെറുതെ കുത്തിവെക്കണേ? എന്തൊരു കഷ്ടാണെന്ന്. പശുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? അതന്നെ എന്താന്ന് അറിയണ്ടേ? അല്ല, പശുവിനെ ഈ ചെനപ്പിടിപ്പിക്കാൻ. എന്റെ പൊന്നു മൊയ്തോ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്. അതെ, അത്രേ ഉള്ളൂ. കോയക്ക വരൂ, പശുവിനെ കാണിച്ചിട്ട് വരൂ. പശുവിന് എന്താ പറ്റിയത്? പശുവിനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണത്. അല്ല സത്യേട്ട, ചായ പറഞ്ഞില്ലേ നമ്മള്? ചായ പറഞ്ഞിട്ടുണ്ടല്ലോ. വേണമെങ്കിൽ ഒന്നൂടെ വിളിച്ചു പറഞ്ഞോ. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആദ്യം അത് എന്നോട് പറ. ഇവിടെ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാ മതിയല്ലോ. ഏട്ടന് പറയാൻ പറ്റില്ല. എന്താ കാര്യം? ഒരു കുപ്പിയിൽ 2 എണ്ണ. ഒരു കുപ്പിയില് 2 എണ്ണ. 2 എണ്ണ. അറിയോ? ചമ്മന്തിയാണോ സത്യേട്ടാ? ചമ്മന്തി ഏട്ടന് അറിയില്ല. അറിയാമോ? ഒരു കുളിട്ടോ? വെള്ള കളറ്. പാലൊന്നുമല്ല. അപ്പൊ ഏട്ടനും തോറ്റ്, നിങ്ങൾ എല്ലാരും തോറ്റ്. നമ്മളൊക്കെ തോറ്റാലും വേണ്ടില്ല, എലക്ഷൻ കഴിയുമ്പോ ഇജ്ജൊന്ന് ജയിച്ചിട്ടേ ചായപ്പില്ല. കുറച്ചു നേരത്തിന് സമാധാനം ഉണ്ടോ? എന്താ കടി? പഴംപൊരി. അച്ചടക്ക പാർട്ടിയിൽ അച്ചടക്കം എങ്ങനെയാണ്?
എത്രണ്ണം കിട്ടി? സത്യേട്ടാ, ഈ നാട്ടിൽ ഒരിക്കലും സോഷ്യലിസം നടപ്പാവൂലാട്ടാ. പിടിച്ചു കോയാ, പിടിച്ച് എന്ത് എന്താ എവിടെ തടവിട്ടാ എവിടെ മസിൽ പിടിച്ചെന്നേ. ഒരു കഷ്ടം ആലോചിച്ച് നോക്കിയേ. ആവശ്യമുള്ളൊന്നും പിടിക്കൂല, ആവശ്യമില്ലാത്തൊക്കെ കയറി പിടിക്കുകയും ചെയ്യും. ഇലക്ഷൻ സ്ക്വാഡിന് നടന്നിട്ടാണ്, ഇലക്ഷൻ സ്ക്വാഡിന് നടന്ന ഇതുവരെ മാറിയിട്ടില്ല. പോയാ റെഡിയായ ആ കഴിഞ്ഞോ? അല്ല, മീറ്റിംഗ് നടക്കുന്നുണ്ട്. മീറ്റിംഗ് അല്ല പറഞ്ഞു, ഈ കൊണ്ടുവന്ന സാധനം കഴിഞ്ഞോ? കൊണ്ടുവന്നാണ് കഴിഞ്ഞു. അതെന്ത് പരിപാടിയാണ്? ഞങ്ങൾ രണ്ടുപേരും വരാനുള്ളതല്ലേ? ഇന്ന് എന്തായിരുന്നു സാധനം? ഇന്ന് പഴംപൊരി. അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു. ഏതാ ചെങ്ങായി, ഞങ്ങള് മണ്ഡലം കമ്മിറ്റിയിൽ പെട്ട ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്കുള്ള മുതൽ അവിടെ എടുത്തൊക്കെ അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല, കൊണ്ടു കൊടുക്കാൻ മാത്രമേ പറഞ്ഞോളൂ. എത്ര എണ്ണം കൊണ്ടുവന്ന്? അത് 12 എണ്ണം. അപ്പൊ ഞങ്ങൾ അപ്പൊ നമ്മളത് ആരോ എടുത്ത് തിന്നു. എന്ത് ജാതി വാർത്ത, ആര് ഏൽപ്പിക്കണ ഇവരുടെ അടുത്ത്? അതെ, ഇപ്പൊ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ചായ കിട്ടോ? ചായ കട്ടൻ കിട്ടും, പക്ഷെ വൈകിട്ടാവും. വൈകിട്ട് പിജ്ജ് കൊണ്ടുവന്നിട്ടോ ഞങ്ങൾക്ക് കുടുംബത്തോടെ കുടിച്ചുകൂടാ. ഇജ്ജ് പോയിക്കാന്നാല് ആലാക്ക്. ഹേയ്, ഇതാണ് ഈ പറഞ്ഞിട്ട പാർട്ടിയിൽ പ്രവർത്തിക്കണ അംഗങ്ങളുടെ വികാരം പോലെ അറിയില്ല നമ്മുടെ പാർട്ടിക്ക്. വികാരമൊന്നല്ല, നമ്മളെ കുറിച്ചൊരു വിചാരം പോലും ഇല്ല. ഉണ്ടെങ്കിൽ ഇമാര് കാണിക്കോ? ഈ പാർട്ടിയുടെ പോക്കുണ്ടല്ലോ ശരിയല്ല. ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ചോദിച്ചിട്ടെന്ന കാര്യം പഴംപൊരി തീർന്നില്ലേ? അതല്ല കോയ, ഇത് നമുക്ക് തരാത്ത എന്താന്ന് ചോദിക്കണ്ട. ചോദിക്കണോ? ഇജ്ജിപ്പോ അതാ കാലം വെച്ചിട്ട് നടക്ക്. ഇത് ഓരിയിട്ടല്ലോ ചങ്ങായി മീറ്റിംഗ് നടക്കണ അവിടെ. ആയിട്ടില്ല. ചായക്ക് ഇത്തിരി കടുപ്പം കൂടി പോയി. കഴിഞ്ഞില്ലേ? മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ വന്നിട്ട് വേണ്ട തുടങ്ങാൻ. മീറ്റിംഗിന്റെ കാര്യമല്ല ഞങ്ങള് പറഞ്ഞത്. ഇവിടെ പഴംപൊരിയും ചായ ഉണ്ടായിരുന്നോ? അത് കഴിഞ്ഞോ? അത് ഒരു കണക്കിനെ അങ്ങോട്ട് തീർത്തു. നന്നായി. എന്തായാലും അപ്പൊ ഞങ്ങള് രണ്ടാളെ നിങ്ങൾ ആലോചിച്ചു പോലുമില്ല. ഇത് എങ്ങനെ പോണെങ്കിൽ പാർട്ടി അധികം മുന്നോട്ട് പോകില്ല കേട്ടോ. അതേ 10 മണിന്റെ മീറ്റിങ്ങിന് 10 മണിക്ക് ഇവിടെ വരണം. 10:45 വന്നാൽ ചായയും പഴംപൊരി ഒന്നും കിട്ടൂല. ഇപ്പൊ ഞങ്ങള് 15 മിനിറ്റ് വൈകിയപ്പോ നിങ്ങളുടെ പ്രശ്നം? 15 മിനിറ്റ് അല്ലല്ലോ, 45 മിനിറ്റ് വൈകില്ലേ? ചെങ്ങായി, ഞങ്ങക്ക് ഇവിടെ മീറ്റിംഗ് മാത്രമല്ല 100 കൂട്ടം പണി പുറത്തുണ്ടായിരുന്നു. എന്താ ആലോചിക്കാത്ത? പൈക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോയതല്ലേ നിങ്ങള്? പൈക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോയത് വേറെ കാര്യമാണ്, കുടുംബകാര്യമാണ്. അത് അവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവിടെ ആ ബോർഡൊക്കെ വീട് അഴിച്ചെടുത്ത് വെച്ചാൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു കുപ്പിയിൽ 2 എണ്ണ. എന്തൊരു കഷ്ടാണിത്. എന്ത്? ഒരു കുപ്പിയിൽ 2 എണ്ണ. അതെന്നാണ്? അത് നമുക്കറിയാലോ. നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട. ഇങ്ങക്ക് തുടക്കം മുതൽ ഉണ്ട് ഈ ഒരു മൈൻഡ്. ഇങ്ങക്ക് ഉണ്ട്. ഇതിപ്പോ ഇതാ ഈ ഒരു പാർട്ടിയിൽ ഞങ്ങൾ രണ്ടായിട്ടാ നിക്കണെന്ന് അപ്പം പറഞ്ഞേ. ഞങ്ങള് 2 എണ്ണയാണ്, നിങ്ങൾ വേറെ ഈ ഒരു കുപ്പിയിൽ. അങ്ങനെയല്ല. എന്താണ് ഒരു കുപ്പിയിൽ 2 എണ്ണ? എന്താന്ന് അതെന്നാ ഈ വേർതിരിവ് ഞങ്ങളോട് കാണിക്കണ വേർതിരിവ്? അതല്ല, ഇത് കടങ്കഥയാ. എന്താ സത്യേട്ടത്? തോറ്റ അതെ, നിങ്ങൾ വന്നിരിക്കി, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇരിക്കണതൊക്കെ വരട്ടെ. അതിനു മുമ്പേ ഈ പഴംപൊരിയും ചായയുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് പറയാനുള്ളത്? ഈ നാണം കെട്ട ഇടപാടുകൾ സംസാരിച്ച് നിൽക്കാതെ വന്നിരിക്കണ്ടേ. ശരി, ഇപ്പൊ ഞങ്ങള് നാണം കെട്ടോ, നിങ്ങൾ മാന്യന്മാര്. സത്യേട്ട നിങ്ങൾക്കാണ് നാണോ മാനം വേണ്ടേ? സിറ്റി മെമ്പറുടെ ഭാര്യ എന്നുള്ള നിലക്കല്ലാണ്ട് വേറെ എന്ത് യോഗ്യതയാണ് ഇപ്പൊ നമ്മൾ നിർത്തിയ സ്ഥാനാർത്ഥിക്കുള്ളത്? ഒരു പുണ്ണാക്കൂല്ല. ബുദ്ധിയില്ല. അല്ല, എന്ത് വേണമെന്നപ്പോ നിങ്ങൾ ഉദ്ദേശിക്കണത്? ശരി, പിന്നെ ശരി എന്ന് പറഞ്ഞാൽ എടോ, ഒട്ടുമിക്ക വനിതാ സംവരണ വാർഡുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. സിറ്റിംഗ് മെമ്പറുടെ ഭാര്യ, അല്ലെങ്കിൽ പെങ്ങള്, അല്ലെങ്കിൽ അമ്മായിയമ്മ, അല്ലെങ്കിൽ അമ്മ, ഇവരൊക്കെ തന്നെ നിൽക്കുന്നത്. എന്നിട്ട് മെമ്പർ ഭരണം നടത്തും. ഇത് കാലങ്ങളായിട്ട് നടക്കുന്നതാ. പിന്നെ ഇപ്പൊ ഇവിടെ എന്താ ഇത്ര വലിയ പ്രത്യേകത? ഇപ്പൊ ഇതിന്റെ പേരിൽ ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പൈസ എണ്ണി തന്നത്. പിന്നെ പൈസ കൊടുത്തില്ലേ? പൈസ തന്നെ എന്തിനാണ്? ഇലക്ഷൻ ചെലവിന് വേണ്ടിട്ട്. പ്രവർത്തനങ്ങൾ നടത്തണ്ടേ? വായന വേണോ? എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കണത്? അതെ, സംഗതി ഇപ്പൊ എന്തായിക്കോട്ടെ, നമ്മളിപ്പോ നാനാജാതി സ്ഥാനാർത്ഥിമാര് നിൽക്കുന്നുണ്ട്. പക്ഷെ സത്യേട്ടന്റെ ഭാര്യയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിക്കണെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രൗഢി ഉണ്ടല്ലോ. അത് നമ്മുടെ പാർട്ടിക്ക് ഒരു ഇത് വേറെ ആ ഒരു യോഗ്യത മാത്രം ഇതൊന്നല്ലല്ലോ നേരത്തെ നിങ്ങൾ പറഞ്ഞു. ചെങ്ങായി, നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിൽ പല ജാതി വർത്താനം. പക്ഷെ നിങ്ങൾ പുറത്തുള്ള ആൾക്കാർ പറയണത് നോക്ക്. എന്താണ്? ഏതൊക്കെ സ്ഥാനാർത്ഥി വന്നാലും
നമ്മുടെ സ്ഥാനാർത്ഥി അങ്ങോട്ട് ചെല്ലുമ്പോ നിലവിളക്ക് കത്തിച്ച് വെച്ച മാതിരിയാന്ന് പറഞ്ഞത്. ആ എന്നോട് പറഞ്ഞു, പറഞ്ഞില്ലേ? കൊറേ പേര് എന്നോട് ആ പറഞ്ഞു. എന്നോടും പറഞ്ഞേ കത്തിച്ചാണ് എന്റെ ആദ്യം. അതാതിരിക്കും. ഇപ്പോഴോ വേറെ ചെങ്ങായി ജയിച്ചു കഴിഞ്ഞ മെമ്പർ ആവേണ്ട ആളാണ്. സത്യേട്ടാ ആ നേരത്തെ പൈസ കൊടുത്ത കാര്യം പറഞ്ഞല്ലോ അതെന്താണത്? അതെ, പാർട്ടിനെ ചോദ്യം ചെയ്യാൻ കരുതിട്ട് യു ആർ സസ്പെൻഡ് പോവർത്ത്. എന്ത് കാണിക്കുന്നേ? അല്ല ഇജ്ജ് പഴംപൊരി അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ നോക്കിയാ ഒക്കെ സൂക്ഷിക്കണേ. വെറുതെ ഒന്നല്ല ഇപ്പൊ നിങ്ങള് താടിയൊക്കെ വെച്ച് വരല്. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.